ഖുർആൻ ക്ലാസ്സിൽ ഇനി 67-ാമത്തെ സൂറത്തുൽ മുൽക്ക് ആണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. വെറും 30 വാക്യങ്ങൾ മാത്രമുള്ള ചെറിയ ഈ അധ്യായവും പതിവ് പോലെ മക്കയിൽ നിന്ന് മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ച ആ സമയത്ത് മക്കക്കാരെ അവസാനമായി പിന്നെയും ചീത്ത പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകാം എന്നുദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ അവസാനത്തെ ഒരു വാക്യം മദീനയിൽ അവതരിച്ചതാണ് എന്നും ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഈ 30 വാക്യങ്ങളിലൂടെ മുഹമ്മദ് വീണ്ടും മക്കക്കാരെ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് വായിച്ചു പോകാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മുൽക്ക് അതായത് രാജാധിപത്യം യാതൊരുവൻ്റെ കൈവശമാണോ അവൻ മഹത്വമേറിയവനാകുന്നു, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമത്രേ. ഇവിടെ അള്ളാഹുവിൻ്റെ മഹത്വം സ്വയം വിളിച്ച് പറയുകയാണ്. 2 അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിച്ചറിയുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ, വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി. ജനനവും മരണവും സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാ ജീവികൾക്കും അത് ബാധകമാണോ എന്നറിയില്ല. എന്തായാലും മനുഷ്യൻ്റെ കാര്യമാണ് നമ്മളോട് പറയുന്നത് എന്ന് വിചാരിക്കാം. മനുഷ്യന് ജീവിതവും മരണവും തന്നത് മനുഷ്യന്മാരിൽ ആരാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്ന് അള്ളാഹുവിന് പരീക്ഷണം നടത്തി അറിയാൻ വേണ്ടിയാണ് എന്നാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇതിലുള്ള വൈരുദ്ധ്യം. കാരണം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ത്രികാലജ്ഞാനിയാണ് എന്ന് മാത്രമല്ല, വിധിവിശ്വാസത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഖുർആൻ തന്നെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യവും അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് വിശദീകരിക്കുന്ന ഏറ്റവും സഹീഹായ ഹദീസിൽ പറയുന്നത്, ഓരോ മനുഷ്യനും ജനിക്കുന്നതിന് മുമ്പ് ഗർഭത്തിൽ ജന്മം കൊണ്ട സമയത്ത് 120 ദിവസം കഴിഞ്ഞ്, അതായത് 122-ാമത്തെ ദിവസം തന്നെ മലക്ക് വന്ന് ഗർഭപാത്രത്തിൽ കയറി അവിടെ വെച്ചിട്ട് റൂഹ് ഊതിക്കയറ്റും. റൂഹ് എന്ന് പറഞ്ഞാൽ ജീവൻ അല്ലെങ്കിൽ ആത്മാവ്. ഇത് ഊതിക്കയറ്റിയതിന് ശേഷം ഒരു കിതാബ് എടുത്തിട്ട് ഈ കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും സ്വർഗത്തിലോ നരകത്തിലോ എത്തുന്നത് വരെയുമുള്ള ആ കുട്ടിയെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും ഒരു കുത്തും കോമയും വിടാതെ ആ പുസ്തകത്തിൽ എഴുതി വെക്കുമെന്നാണ്. ജനിക്കുന്നതിന് മുമ്പ് ആ എഴുതി വെച്ചതിൽ നിന്ന് ഒരു കുത്തിനോ കോമയ്ക്കോ മാറ്റമില്ലാതെയാണ് ആ കുട്ടി ഇവിടെ ജീവിക്കുക, പ്രവർത്തിക്കുക എന്നാണ്. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി മരിക്കുന്നത് വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ എന്തൊക്കെ ചെയ്യും എന്ന കാര്യം വളരെ കൃത്യമായി ഒരു മലക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു തീരുമാനിച്ചതനുസരിച്ച് എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്ന് ആ പുസ്തകം നോക്കാതെ തന്നെ സർവജ്ഞാനിയായ അള്ളാഹുവിന് അറിയുകയും ചെയ്യാം. അറിഞ്ഞുകൊണ്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല, എങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരത്തെ മുൻകൂട്ടി എല്ലാം റെഡിയാക്കി വെച്ച അള്ളാഹു ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ജനനവും മരണവും തന്നത് എന്ന് പറയുന്നത് കാപട്യം മാത്രമാണ്. കാരണം അയാൾക്കതെല്ലാം അറിയാമെന്ന് മാത്രമല്ല, അയാൾ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഗർഭത്തിലായിരിക്കുമ്പോൾ മലക്ക് ഒരു കിതാബിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ എൻ്റെ ഖുർആൻ ക്ലാസ്സിൻ്റെ ഓഫീസ് കോപ്പി അവിടെ ഉണ്ട്. ഞാനതിൻ്റെ സിറോക്സ് കോപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ അള്ളാഹു ആകാംക്ഷയോടെ നോക്കുകയാണ്, ഈ ചങ്ങാതി എന്തൊക്കെയാണ് എൻ്റെ ഖുർആനെ കുറിച്ച് പറയണത് എന്ന്. എന്നിട്ട് മൂപ്പര് ആ പറയുന്നതിനനുസരിച്ച് വേറെ 2 മലക്കുകളെ വെച്ചിട്ട് ഞാൻ പറയുന്നതൊക്കെ വേറെ എഴുതിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, രണ്ടാമത് തോളിലിരുന്നിട്ട് വേറെ 2 മലക്കുകൾ നല്ലതും ചീത്തയായിട്ട് വേറെ 2 കിതാബിലും എഴുതുന്നുണ്ട്. എന്നിട്ട് ഈ കിതാബും ആ കിതാബും അള്ളാഹു ടാലി ചെയ്ത് നോക്കുകയാണ്, ഞാൻ ആദ്യം എഴുതി വെച്ച തന്നെയാണോ ഈ ചങ്ങാതി ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് 3 കിതാബിലായിട്ട് എഴുതി വെച്ചിട്ട് മൂപ്പർ ഉദ്ദേശിച്ചതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന എന്നെ അത് ചെയ്തതിൻ്റെ പേരിൽ കുറ്റമാരോപിച്ചുകൊണ്ട് നിത്യനരകത്തിലിട്ട് പൊരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. കാരണം കാരുണ്യം കൊണ്ട് മൂപ്പർക്ക് ഇരിക്കപ്പുറതിയില്ല. മൂപ്പരാണെങ്കിൽ എല്ലാം പൊറുക്കുന്ന ആളുമാണ്. അപ്പോൾ എൻ്റെ ഖുർആൻ ക്ലാസ്സൊക്കെ മൂപ്പര് പൊറുക്കുക എന്നുള്ള കാര്യം കണ്ടറിയ തന്നെ വേണം. ഈ വൈരുദ്ധ്യമൊക്കെ ഈ ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഫസ്സിറുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവരെന്നിട്ട് ആ വൈരുദ്ധ്യത്തിൽ നിന്ന്
അവരുടെ വായനക്കാരിൽ സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കിടന്നിങ്ങനെ വട്ടം കറങ്ങുന്നത് നമുക്ക് അമാനി തഫ്സീറിലും മറ്റേ തഫ്സീറിലും ഒക്കെ കാണാം. ഞാനതൊന്നും വായിച്ച് സമയം കളയുന്നില്ല, കാരണം നമ്മൾ കുറേ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതൊക്കെ. 3. 7 ആകാശങ്ങളെ അടുക്ക് അടുക്കായി ഉണ്ടാക്കി വെച്ചവനാണ് അവൻ. പരമകാരുണികനായുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റക്കുറവും നിനക്ക് കാണുവാൻ കഴിയുകയില്ല. എന്നാൽ നീ ഒന്ന് കണ്ണ് മടക്കി നോക്കുക, വല്ല പിളർപ്പും നീ കാണുന്നുണ്ടോ? 4. പിന്നെയും 2 ആവർത്തി നീ മടക്കി നോക്കുക, നിന്യമായ നിലയിൽ നിന്നിലേക്ക് തന്നെ ദൃഷ്ടി തിരിച്ചു വരുന്നതാണ്, അതാകട്ടെ പരവശപ്പെട്ടതുമായിരിക്കും. ഇവിടെ അള്ളാഹു ആകാശം പൊന്തിച്ചു വെച്ചിട്ട് നമ്മളോട് നോക്കാൻ പറയാണ്. 7 ആകാശം തട്ടുതട്ടാക്കി അള്ളാഹു വെച്ചിടത്തേക്ക് തന്നെ സൂക്ഷിച്ച് നിങ്ങൾ നോക്കി, വല്ല പൊട്ടോ പൊളിയോ അല്ലെങ്കിൽ വല്ല ഓട്ടയോ പിളർപ്പോ എന്തെങ്കിലും വല്ല സ്ക്രാച്ചും വീണതോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് കുറേ പ്രാവശ്യം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ പിന്നെ രണ്ടാമതും നിങ്ങൾ ഒന്നും കൂടി നോക്കിക്കളയും. എന്നിട്ടോ അങ്ങനെ രണ്ടാമത് നോക്കുമ്പോഴും നിങ്ങളെക്കൊണ്ട് ഒരു പുള്ളിപ്പൊട്ട് പോലും ആകാശത്ത് എവിടെയും കാണാൻ കഴിയില്ല. അത്രയും പെർഫെക്റ്റായിട്ടാണ് അള്ളാഹു ആകാശം ഭൂമിൻ്റെ മേലെ പൊന്തിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി നിരാശരാവേണ്ടി വരും. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ വല്ല കുറ്റവും കുഴപ്പവും കണ്ടെത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ നോക്കി കണ്ണ് കുഴച്ചാൽ അവസാനം നിങ്ങൾ പരവശനായി തളർന്ന് വീഴല്ലാതെ നിങ്ങളെക്കൊണ്ട് ഒരു കുഴപ്പവും കാണാൻ കഴിയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ്. ഇവിടെ ആകാശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ പൊതുവായിട്ടാണ് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും ഒരു ന്യൂനതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, നിങ്ങളൊന്ന് നോക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ മനുഷ്യന്മാർ 6-ാം നൂറ്റാണ്ടിൽ ഇത് പറയുമ്പോൾ അറേബ്യയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അവരിങ്ങനെ കണ്ണ് തുടച്ച് നോക്കിയപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, അവർക്ക് പൊട്ടും പൊടിയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആകാശം അവിടെ ഇങ്ങനെ പന്തൽ പോലെ പൊന്തിച്ച് വെച്ച് നല്ല ക്ലിയറായിട്ട് കണ്ടിട്ടുണ്ട്. രാത്രി ആയാലും ആ 1-ാം ആകാശത്ത് ആദ്യത്തെ പന്തലിൽ നിറയെ നക്ഷത്രങ്ങൾ പറ്റിച്ച് ഭംഗിയാക്കി വെച്ചതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകൾക്കുള്ള 7 തട്ടും അവർ കഥയിൽ വായിച്ചിട്ടുള്ളത് കൊണ്ട് അതും നോക്കിയാൽ അവർക്ക് ഇങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ആ കണ്ണ് തുടച്ചിട്ട് കണ്ണുകൊണ്ട് മാത്രമല്ല ആകാശത്തേക്ക് നോക്കിയത്. നമ്മൾ കണ്ണിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ വലിയ ടെലസ്കോപ്പുകളൊക്കെ ഉണ്ടാക്കി ബഹിരാകാശത്തൊക്കെ കൊണ്ടുപോയിട്ട് ടെലസ്കോപ്പ് ഫിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പൊട്ടും പൊളിയും ഓട്ടയല്ല, ആകാശം തന്നെ കാണുന്നില്ല. അങ്ങനൊരു സാധനം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ എന്താ കാണുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇല്യൂഷനാണ് ആ നീല നിറത്തിൽ ഇങ്ങനെ ഒരു കുട അവിടെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കുട പൊന്തിച്ച് വെച്ചതല്ല, അത് ശൂന്യമായിട്ട് കിടക്കുന്നൊരു കാര്യമാണ്. അത് അന്തരീക്ഷവായുവിൻ്റെ പുറത്ത് പോയി നോക്കിയാൽ കറുത്ത നിറ കാണുക, ഇരുട്ട് മാത്രമേ കാണുക. അന്തരീക്ഷവായുവിൽ കൂടെ വരുന്ന പ്രകാശത്തിന് സംഭവിക്കുന്ന അപവർത്തനം കാരണമാണ് അത് നീല നിറത്തിൽ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആകാശം എന്ന് പറഞ്ഞൊരു സാധനവുമില്ല, തട്ടുകളുമില്ല. 1-ാം ആകാശം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചതൊന്നുമല്ല എന്ന് ഇന്ന് കണ്ണുകൊണ്ടും കണ്ണിനപ്പുറത്തേക്ക് കാഴ്ചയുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ടും നിരീക്ഷിച്ച മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കിയത് എവിടുന്നാണ്? അള്ളാഹു ബാബിലോണിയയിലെ കെട്ടുകഥകൾ വായിച്ചു നോക്കിയിട്ടും അന്ന് അറേബ്യയിലും മറ്റും ആൾക്കാർ പറഞ്ഞു നടന്നിരുന്ന പൊട്ടക്കഥകൾ കേട്ടിട്ടുമാണ് ആകാശം 7 തട്ടാക്കി വെച്ചിട്ടുണ്ടെന്നും 1-ാമത്തെ തട്ടിൻ്റെ അടിയത്തെ തട്ടിലാണ് നക്ഷത്രങ്ങൾ പറ്റിച്ചിട്ടുള്ളതെന്നും ആ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു ചൈത്തന്മാരെ എറിയാണ് എന്നൊക്കെ അന്നത്തെ പൊട്ടക്കഥകളാണ്, കെട്ടുകഥകളാണ്. ആ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഈ വലിയ വിവരം എഴുതി വെച്ചിട്ട് നമ്മളോട് നോക്കിയിട്ട് ഓട്ടണ്ടോ പൊളിഞ്ഞിക്കണോ എന്ന് നോക്കിയിട്ട് കുറ്റണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വെല്ലുവിളിക്കുന്നത്. നമ്മൾ നോക്കിയപ്പോൾ ആകെ ഓട്ടയാണെന്നും ആകെ പുകയാണെന്നുമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏത് ഓട്ടയാണ് ഏത് പുകയാണ്? ആകാശത്തിനല്ല ഓട്ടയും പുകയും. ആകാശത്തെക്കുറിച്ച് എഴുതി വെച്ച ഈ പൊട്ടത്തരത്തിനാണ്, ഈ പൊട്ടപ്പുസ്തകത്തിനാണ് നിറയെ ഓട്ടമുണ്ട് എന്നും പൊട്ടും പൊളിയുണ്ട് എന്നും ഇതിൽ മണ്ടത്തരം മാത്രമേ ഉള്ളൂ എന്നും നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഈ ഒരു ആകാശത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ പരിശോധിച്ച് നോക്കി. എങ്ങനെ പരിശോധിച്ച് നോക്കി? നമ്മൾ ഉപകരണങ്ങൾ വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയത് മാത്രമല്ല, നമ്മൾ ഈ പുസ്തകം എഴുതിയ, ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിനെ വായിച്ചുകൊണ്ട്,
ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ വായിച്ചുകൊണ്ട്, ആ മനുഷ്യൻ ജീവിച്ചിരുന്ന ഭൂമിശാസ്ത്രത്തെ വായിച്ചുകൊണ്ട്, ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ആ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കഥകളെയൊക്കെ പരിശോധിച്ചുകൊണ്ട്, ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ആശയങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇത് പരിശോധിച്ചു. ആകാശമല്ല നമ്മൾ പരിശോധിച്ചത്, നമ്മൾ ഈ കിതാബ് പരിശോധിച്ചു. അത് പരിശോധിച്ചപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് നിറയെ പൊട്ടും പൊളിയും ഓട്ടയും സ്ക്രാച്ചും മാത്രമേ ഉള്ളൂ എന്നും ഈ പുസ്തകം തന്നെ ഒരു പുഹയാണ് എന്നും മനസ്സിലാക്കിയത്. ഇനി ആകാശമല്ലാത്ത സൃഷ്ടികളുടെ കാര്യത്തിൽ ന്യൂനത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടികളുടെ ന്യൂനത നമുക്ക് ഇരുന്ന ഇരിപ്പിൽ 4 ദിവസം പറഞ്ഞാൽ തീരാത്തത്ര ന്യൂനതകൾ നമുക്ക് നമ്മുടെ ചുറ്റും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പറയാൻ കഴിയും. നമ്മുടെ ശരീരത്തിലുള്ള ന്യൂനത, ഇതൊക്കെ ഞാൻ മുമ്പ് പല വീഡിയോകളിലായിട്ട് വിവരിച്ചിട്ടുള്ളതാണ്. ന്യൂനത ഉള്ളതുകൊണ്ടാണ് ന്യൂനത ഇല്ല എന്ന് മൗലിയർ വയലു പറയുമ്പോഴും ഖുർആന് തഫ്സീർ എഴുതുമ്പോഴും മൗലിയരെ കണ്ണിന് മുകളിൽ കണ്ണട വെച്ചിട്ടുള്ളത്. അതൊരു ന്യൂനതയാണ്. അതുപോലെ ഒരുപാട് ന്യൂനത ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും പറയാം. 5. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയാ ബിമസാബീഹ് വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീനി വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ. തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ വിളക്കുകൾ കൊണ്ട് ഞാൻ അലങ്കരിച്ചിരിക്കുന്നു. അവയെ നാം ചൈത്താന്മാരെ എറിഞ്ഞാട്ടുന്നവയും ആക്കിയിരിക്കുന്നു. അവർക്ക് ജ്വലിക്കുന്ന അഗ്നി ശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ഒന്നാമത്തെ ആകാശത്തിൽ അലങ്കാരത്തിന് വേണ്ടി പറ്റിച്ചു വെച്ചിരിക്കുകയാണ് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ വേറെ ഒരു പർപ്പസിനും കൂടിയാണ് അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അതിൻ്റെ പർപ്പസ്, ആ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു ചൈത്താന്മാരെ എറിയും. എന്തിനാണ് ചൈത്താന്മാരെ എറിയുന്നത്? അതൊക്കെ വിശദമായിട്ട് തഫ്സീറുകളിലും ഹദീസുകളിലുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ മലയാള മുഫസ്സിറുകൾ ആധുനിക കാലത്ത് ഇതിനൊക്കെ വ്യാഖ്യാനം എഴുതാൻ വേണ്ടി ഒരുങ്ങിയ മലയാളം വ്യാഖ്യാതാക്കൾ ഇന്ന് ഈ 1-ാം തട്ടിൽ നക്ഷത്രങ്ങൾ അലങ്കരിച്ചു വെച്ചു എന്ന് പറഞ്ഞത് മണ്ടത്തരമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ 1-ാം തട്ടിനെ മൊത്തം പ്രപഞ്ചമാക്കിയിട്ട് അങ്ങോട്ട് വികസിപ്പിച്ചിരിക്കുകയാണ്. മൊത്തം പ്രപഞ്ചം, കാരണം എല്ലായിടത്തും നക്ഷത്രം കാണുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും നക്ഷത്രം ഉള്ളതുകൊണ്ട് ഈ നക്ഷത്രമുള്ള പ്രപഞ്ചം മൊത്തം 1-ാം ആകാശമാണ് എന്നാണ് കണക്കാക്കിയിട്ട് ബാക്കി 6 ആകാശങ്ങൾ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ ഇപ്പോൾ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രവാചകനും ഈ ഖുർആനും വിശദീകരിക്കുന്ന 7 ആകാശം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മൊത്തമാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഈ 7 ആകാശങ്ങളുടെ ലക്ഷണങ്ങളും ഈ 7 ആകാശത്തു കൂടെ കടന്നുപോയാൽ കാണുന്ന കാഴ്ചകളും 7-ാം ആകാശത്തിൻ്റെ മുകളിലെ കാഴ്ചയും ഇതൊക്കെ ഹദീസുകളിലും മറ്റും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ആ നക്ഷത്രം പെറുക്കി ചെയ്ത്താൻ എറിയുന്നു എന്നുള്ള കഥ എവിടുന്നാ മുഹമ്മദിന് കിട്ടിയത്? അത് മരുഭൂമിയിൽ ആ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമാണ്, ഒരു മുത്തശ്ശി കഥയാണ്. അന്ധവിശ്വാസം ഉണ്ടാവാൻ എന്താണ് കാരണം? രാത്രിയിലൊക്കെ നടന്നു പോകുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ പാറിപ്പോകുന്നത് കാണാം, നമുക്കും കാണാം. രാത്രി ഇങ്ങനെ ഉറക്കം വെച്ചിട്ട് ഇങ്ങനെ ആകാശം നോക്കിയിരുന്നാൽ നക്ഷത്രം ഇങ്ങനെ പാറിപ്പോകുന്നത് കാണാം. ഇന്നാണെങ്കിൽ നക്ഷത്രങ്ങൾ മെല്ലെ പോകുന്നതും കാണാം. ഇന്ന് മെല്ലെ പോകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരങ്ങോട്ട് വിട്ടയച്ചിട്ടുള്ള സാറ്റലൈറ്റുകളാണ്. പക്ഷേ വളരെ വേഗത്തിൽ പാറിപ്പോകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉൽക്കകളാണ്. ആ ഉൽക്കകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളല്ല, അത് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്നതുമല്ല. നമ്മുടെ സൗരയൂഥത്തിൽ ലക്ഷ്യമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാറക്കഷ്ണങ്ങളും കല്ലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു കഷ്ണം ഭൂമിയുടെ ആകർഷണ വലയത്തിൽ പെടുമ്പോൾ ഭൂമിയിലേക്ക് വീഴുന്നതാണ് ഉൽക്ക എന്ന് പറയുന്നത്. അങ്ങനെ വീഴുമ്പോൾ അന്തരീക്ഷ വായുവിൽ കൂടെ ഉരസി താഴേക്ക് വരുമ്പോൾ ആ വായുവിൻ്റെ ഘർഷണം കൊണ്ട് നമ്മുടെ അന്തരീക്ഷ വായുവിൽ വെച്ച് കത്തുന്നതാണ് ഉൽക്ക എന്ന് പറയുന്നത്. അത് ആകാശത്തിൽ അല്ല സംഭവിക്കുന്നത്, അത് നമ്മുടെ അന്തരീക്ഷ വായുവിലാണ് സംഭവിക്കുന്നത്. അത് നക്ഷത്രമല്ല. പക്ഷേ കണ്ടാൽ ഒരു മനുഷ്യന് താഴത്ത് നോക്കിയാൽ ഒരു നക്ഷത്രം പാറിപ്പോകുന്നതായിട്ടാണ് തോന്നുക. ആ തോന്നലിൽ നിന്ന് ഇങ്ങനെ പാറിപ്പോകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു മണ്ടൻ മുത്തശ്ശി കഥയാണ് ഈ ചെയ്ത്താനേറ്. ഈ ചെയ്ത്താൻ എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. ചെയ്ത്താനെ പടച്ചോൻ അവിടെ നിന്ന് എറിയുന്നു എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. എറിയാനുള്ള കാരണം പറഞ്ഞതൊക്കെ അന്ധവിശ്വാസ കെട്ടുകഥകളാണ്. അറേബ്യയിൽ 6-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കെട്ടുകഥകളും മുത്തശ്ശി കഥകളും അന്ധവിശ്വാസങ്ങളും മുഴുവൻ വാരിക്കൂട്ടി മുഹമ്മദിൻ്റെ വായിലൂടെ വെളിപാടായിട്ട് ഇറക്കിയത് ഈ ഖുർആനിൽ നമ്മൾ ഒന്ന് കണ്ണ് തുടച്ചിട്ടൊന്ന് നോക്കിയാൽ
നൂറുകണക്കിന് കാണാൻ പറ്റും. മണ്ടത്തരങ്ങൾ, 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ മണ്ടത്തരങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും നല്ലൊരു മണ്ടത്തരമാണ് ഈ നക്ഷത്രം പെറുക്കി അള്ളാഹു ചെയ്ത്താൻ എറിയുന്നു എന്നുള്ള കഥ. അപ്പോൾ എന്തിനാണ് നക്ഷത്രങ്ങൾ എടുത്തിട്ട് പിശാചുക്കൾ എറിയുന്നത് എന്നുള്ള കഥയൊക്കെ ഇതിൽ മറ്റു പലയിടത്തായിട്ട് വിവരിച്ചിട്ടുണ്ട്. എല്ലാ തഫ്സീറുകളിലും വിവരിച്ചിട്ടുണ്ട്, ഹദീസുകളിലും വിവരിച്ചിട്ടുണ്ട്. ഭൂമിയിലുള്ള ജ്യോത്സ്യന്മാർക്കും കൈനോട്ടക്കാർക്കുമൊക്കെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പിശാചുക്കൾ ആകാശത്തിൻ്റെ ചോട്ടിൽ പോയി പതുങ്ങിയിരിക്കുകയാണ്. അവിടെ അള്ളാഹു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മലക്കുകളുമായിട്ട് ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ മലക്കുകൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതോ ഒക്കെ കേട്ടിട്ട് അവിടുത്തെ രഹസ്യങ്ങൾ ദൈവം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ രഹസ്യങ്ങൾ, ഭാവി രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പണിക്കന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കും ഈ ചെയ്ത്താന്മാർ. അത് തടയാൻ വേണ്ടിയിട്ട് അള്ളാഹു ചെയ്ത്തന്മാരെ അവിടെ പതുങ്ങിയിരിക്കുന്നത് കാണുന്ന മുറയ്ക്ക് നക്ഷത്രം പെറുക്കിയിട്ട് അവരെ എറിയാണ്. ഒന്നെറിഞ്ഞിട്ട് കൊണ്ടില്ലെങ്കിൽ അടുത്തത് പെറുക്കി എറിയും. അങ്ങനെ തുരുതുരാ എറിഞ്ഞിട്ട് അവരവിടുന്ന് ഓടിക്കും. കുറേ പെണ്ണം ഈ ഏറുകൊണ്ട് ചത്തുപോകും. കുറേ എണ്ണം കിട്ടിയ രഹസ്യം റാഞ്ചിക്കൊണ്ട് ഭൂമിയിൽ വന്ന് പണിക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഖുർആൻ്റെ തഫ്സീറുകളിൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ ജ്യോത്സ്യന്മാരും കൈനോട്ടക്കാരും ഒക്കെ ഭാവി പ്രവചിക്കുമ്പോൾ വല്ലതൊക്കെ ഇടയ്ക്ക് ശരിയായി വരുന്നത് എന്തുകൊണ്ടാണ്? ചുളിവിൽ ശരിയാവുന്നത് എന്തുകൊണ്ടാണ്? കുറച്ച് വിവരങ്ങളൊക്കെ അവർക്ക് ചെയ്ത്താന്മാർ കൊണ്ടേ കൊടുത്തതുകൊണ്ടാണ്. ഇതും കൂടെ വിശ്വസിച്ചാലേ ഒരു മുസ്ലിമിൻ്റെ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഈ ജാതിയും പഷളത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ് ഒരു പടച്ചോൻ്റെ വെളിപാട് എന്നും പറഞ്ഞ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. 6-ാമത്തെ വാക്യം, തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്ക് നരകത്തിൻ്റെ ശിക്ഷയുണ്ട്, തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്ത. 7, അവർ അതിൽ ഇടപെട്ടാൽ അതിന് ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്, അതാകട്ടെ തിളച്ചു മറിഞ്ഞുകൊണ്ടുമിരിക്കും. നരകത്തിൻ്റെ ഭീകരത പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കുകയാണ്. ആർക്കാണ് ഈ നരകം? ഈ പൊട്ടക്കഥയൊക്കെ വിശ്വസിക്കാത്തവർക്കാണ്. വല്ലാതെ തെറ്റ് ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഒന്നല്ല. എന്താണ് തിന്മ? ഈ വിഡ്ഢിത്തങ്ങൾ നമ്മൾ ചങ്ക് തൊടാതെ വിഴുങ്ങണം. തെളിവില്ലെങ്കിലും നമ്മൾ വിഴുങ്ങണം. അത് വിഴുങ്ങിയില്ലെങ്കിൽ നമ്മളെ അതിഭീകരമായിട്ട് തിളച്ചു മറിയുന്ന നരകത്തിൽ കൊണ്ടിട്ടിട്ട്, കഴുത ഒച്ചുണ്ടാക്കുന്നത് പോലെ ഒച്ചുണ്ടാക്കി അലറുന്ന നരകത്തിൽ കൊണ്ടിട്ടിട്ട് അതിഭീകരമായിട്ട് നമ്മളെ പീഡിപ്പിക്കും. തീരാത്ത കാലം വരെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് നമ്മളെ ഈ പൊട്ടത്തരം വിശ്വസിക്കാൻ. അപ്പോൾ എങ്ങനെങ്കിലും പേടിപ്പിച്ചിട്ടെങ്കിലും ഈ പൊട്ടത്തരം വിശ്വസിപ്പിക്കണം എന്ന നിർബന്ധമാണ് ഇയാൾക്കുള്ളത്, ഇത് പറയുന്ന പടച്ചോനുള്ളത്. അല്ലാതെ നമ്മളെ ബോധ്യപ്പെടുത്തണം എന്നുള്ള യാതൊരു ന്യായമായ ബുദ്ധിയും അങ്ങേർക്കില്ല. എന്തൊക്കെ പറഞ്ഞിട്ടായാലും ഭീഷണിപ്പെടുത്തിയിട്ടും പ്രലോഭിപ്പിച്ചിട്ടും പേടിപ്പിച്ചിട്ടും മൂപ്പര് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ്. അല്ലാതെ മൂപ്പരുണ്ട് എന്ന്, മൂപ്പര് കൊടുത്തയച്ചതാണ് ഇത് എന്നതിന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു നിസ്സാരമായ തെളിവ് പോലും കാണിച്ചു തരാൻ മൂപ്പര് തയ്യാറല്ല. മൂപ്പര് തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരുന്നിട്ട് ഏജന്റുമാരെ പറഞ്ഞയച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയില്ല, നമ്മൾ ഈ വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. വിശ്വസിച്ചില്ലെങ്കിലാണ് നമുക്ക് നരകം, വിശ്വസിച്ചാലാണ് നമുക്ക് സ്വർഗം. ബാക്കിയുള്ള തെറ്റും ശരിയും നന്മയും തിന്മയൊക്കെ അതിനേക്കാളൊക്കെ നിസ്സാരം മാത്രമാണ്. 8, ഉഗ്രകോപം നിമിത്തം അത് പൊട്ടിച്ചിതറി വേർപെട്ടു പോകും. ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നില്ലേ? ഇതാണ് ചോദിക്കുക. നരകത്തിലെ മലക്കുകൾ ഈ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളോട് ഇങ്ങനെ ചോദിച്ച് പീഡിപ്പിക്കുകയാണ്, മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കുകയാണ്. നിങ്ങളടുത്ത് താക്കീതുകാരൻ വന്നിരുന്നില്ലേ, ഇങ്ങോട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ എന്ന്. നിങ്ങൾക്ക് തെളിവ് തന്നിരുന്നില്ലേ എന്നല്ല ചോദിക്കുന്നത്. തെളിവ് തന്നാൽ വിശ്വസിക്കാൻ തയ്യാറാണെന്ന് ഈ മക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തെളിവ് കൊടുക്കാതെ താക്കീതുകാരൻ വന്ന് താക്കീത് പറഞ്ഞില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ താക്കീതുകാരൻ തരികിടാണോ തട്ടിപ്പുകാരനാണോ എന്ന് അറിയണ്ടേ നമ്മൾ? അത് തട്ടിപ്പാണോ തരികിടയാണോ എന്നറിയാതെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? അങ്ങനെയാണെങ്കിൽ 900 തട്ടിപ്പുകാർ വന്നിട്ട് നമ്മളടുത്ത് ഇതുപോലെ താക്കീതും കൊണ്ടുവരുന്നില്ലേ? അതിലേത് താക്കീതാണ് നമ്മൾ സ്വീകരിക്കുക? അപ്പോൾ ഇയാൾ തട്ടിപ്പാണോ അല്ലേ എന്നുള്ളതിൻ്റെ തെളിവാണ് മക്കാർ ചോദിച്ചത്. അതിനൊരു നയാ പൈസയുടെ തെളിവ് കൊടുക്കാതെ ഭീഷണിപ്പെടുത്തുകയാണ്. ആര്? മുഹമ്മദ് തൊള്ളയിൽ കൂടെ ഭീഷണിപ്പെടുത്തുകയാണ്. ആരെ? മക്കാരെ. എന്തിന്? മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് മക്കാർ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. മക്കാരെന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ദൂതനാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്, തെളിവുകൊണ്ടാ? തെളിവ് ചോദിച്ചാൽ എന്താണ് അതിന് മറുപടി? തിളച്ച് മറിയുന്ന, ആർത്തു വിളിക്കുന്ന നരകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കലാണ്. തെളിവ് കൊടുക്കലല്ല ദൈവത്തിൻ്റെ രീതി. അപ്പോൾ എത്ര വികൃതമായ ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന ദൈവം എന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ചിന്തിച്ചാൽ നരകത്തിലാണ്.
വിശ്വസിക്കുകയാണ് വേണ്ടത്, ചിന്തിക്കുകയല്ല. 9, അവർ പറയും, ഇല്ലാതെ തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പറയുകയും ചെയ്തു, അള്ളാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ വലുതായ വഴിപിഴവിലല്ലാതെയല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, നരകത്ത് ചെല്ലുമ്പോൾ ഈ മലക്കുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് ബോധ്യമാവും. എന്താ ബോധ്യമാവുക? ആ താക്കീതുകാരനായിട്ട് വന്ന ആൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന്. അപ്പോൾ ബോധ്യമാകുമ്പോൾ അവരാകെ ബേജാറാവും എന്ന് പറഞ്ഞു. അപ്പോൾ ബോധ്യമായിട്ട് കാര്യമില്ല. ഇപ്പോൾ ബോധ്യമാവും വേണ്ട, ബോധ്യമാവാതെ വിശ്വസിക്കണം. ബോധ്യമാക്കുന്ന പരിപാടി മൂപ്പർക്കില്ലല്ലോ, ബോധ്യപ്പെടുത്തുക എന്നുള്ള പരിപാടിയേ മൂപ്പർക്കില്ല. മൂപ്പർ പറയുന്നത് കണ്ണും പൂട്ടി മിണുങ്ങിക്കോ, ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ്. എത്ര ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ദൈവം കാരുണ്യം കൊണ്ട് നടപ്പിലാക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. 10, അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിലാകുമായിരുന്നില്ല. അതൊരിക്കലും അവർ പറയുന്നില്ല. ഇത് മുഹമ്മദ് പറയുന്ന പടായിയാണ്. കാരണം അവർ ബുദ്ധി കൊടുത്ത് ആലോചിച്ചുകൊണ്ടാണ് അവർ തെളിവ് ചോദിച്ചത്. നമ്മളും ഇത് വിശ്വസിക്കാത്തത് ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതുകൊണ്ടാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പല കാര്യങ്ങളുമായി ഒത്തുനോക്കിയിട്ട് ഇതിൽ പറയുന്ന എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഇത് വസ്തുത ഇല്ല എന്നും ഇത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വിവരക്കേടുകളാണ് എന്നും ഒരു മനുഷ്യൻ്റെ വായിലൂടെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയേണ്ട ആവശ്യം ഒരു ദൈവത്തിന് ഒരിക്കലും ഉണ്ടാവില്ല എന്നും സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തള്ളിക്കളയുന്നത്. മക്കക്കാരും അതിനെ ആ കാരണം കൊണ്ട് തന്നെ തള്ളിക്കളഞ്ഞത്. അല്ലാതെ അവിടെ ചെന്നിട്ട് പരലോകത്ത് നരകത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല എന്നൊരിക്കലും പറയേണ്ടി വരില്ല. എന്നോട് ചോദിച്ചാലും ഞാൻ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല എന്നല്ല പറയുക. ഞാൻ ബുദ്ധി ഉപയോഗിച്ചു, എനിക്കിത് മണ്ടത്തരാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത് അംഗീകരിക്കാതിരുന്നത്. അത് അംഗീകരിക്കാൻ ആവശ്യമായ, വിശ്വസിക്കാൻ ആവശ്യമായ തെളിവ് എന്തുകൊണ്ട് നീ തന്നില്ല എന്ന് ചോദിച്ചിട്ട് മുഖത്ത് നോക്കി ചോദിക്കും. അങ്ങനെ ഒരാളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അതെല്ലാവരും ചോദിക്കും. കാരണം നമുക്കിത് ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കുന്നതിന് നമുക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബോധ്യപ്പെട്ടാൽ അത് ബോധ്യമായി, ഒരറിവായി, ഒരനുഭവമായി. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെളിവുമില്ലാതെ ഒരു ബോധ്യവും വരാതെ കണ്ണും പൂട്ടി ആരെങ്കിലും പറയുന്ന ഏത് വിഡ്ഢിത്തവും കമന്നടിച്ച് വിഴുങ്ങുക എന്നാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് തെറ്റുപറ്റില്ല എന്ന് എങ്ങനെ നമ്മൾ ഉറപ്പിക്കുക? ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം നമുക്ക് ബോധ്യപ്പെടുമോ? ഞാനിങ്ങനെ കത്തി ചൂണ്ടിയിട്ടും തോക്ക് ചൂണ്ടിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നതാണ് ശരി എന്ന് നിങ്ങളോട് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് തോക്ക് ചൂണ്ടിയിട്ട് അത് വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലോ? തൽക്കാലം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തടി കഴിച്ചില്ലാക്കും, അത്രേ ഉള്ളൂ. ആ ഒരു യുക്തി ഉപയോഗിക്കും. അല്ലാതെ നിങ്ങൾക്ക് വിശ്വസിക്കുക എന്നൊരു പണി നമുക്ക് സ്വന്തമായിട്ട് കരുതി കൂട്ടിയാണ്ട് ചെയ്യാൻ പറ്റുമെന്നില്ല. ബോധ്യപ്പെട്ടാൽ തന്നെ വിശ്വാസമായി മാറുകയുള്ളൂ. ഇവിടെ ബോധ്യപ്പെടാൻ തെളിവ് കൊടുക്കാതെ പേടിപ്പിക്കുകയാണ്. നരകത്തിലിട്ട് അങ്ങനെയാക്കും, മലക്കൾ അങ്ങനെ ചോദിക്കും, അപ്പങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. 11, അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം സമ്മതിക്കുന്നതാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്ക് വിദൂരം അഥവാ ശാപം. അവിടെ എത്തിയിട്ട് അവർക്ക് ബോധ്യപ്പെടും, കുറ്റം സമ്മതിക്കുമെന്നൊക്കെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന ആൾക്ക് തലക്ക് വെളിവില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അല്ലെങ്കിൽ ഇവർക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ട തെളിവുകളും ന്യായങ്ങളും യുക്തികളും ഒക്കെയാണ് അവതരിപ്പിക്കേണ്ടത്. അതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടതുകൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്, ഇങ്ങനെ പ്രാഗി പറയുന്നത്, ഇങ്ങനെ തെറി വിളിക്കുന്നത്, ചീത്ത വിളിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. എന്നിട്ട് മുഹമ്മദ് അവിടുന്ന് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഇവരോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടി, പകരം വീട്ടാൻ വേണ്ടി, തൻ്റെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നതിന് ഇവർ തടസ്സം നിന്നു എന്നതിൻ്റെ പേരിൽ അവരെ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് മുഹമ്മദ് പോവുകയാണ് പിന്നെ ചെയ്യുന്നത്. 12, നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവുമുണ്ട്. ഈ റബ്ബ് ഇങ്ങനെ പേടിക്കേണ്ട ഭീകരവാദിയാണ് എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. എന്തിനാണ് റബ്ബ് ഇങ്ങനെ ഭീകരവാദിയായിട്ട് പേടിപ്പിക്കാൻ വരുന്നത്? റബ്ബിന് തൻ്റെ സൃഷ്ടികളെ താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബോധ്യവും തെളിവും നൽകി അവരോട് അല്പം സ്നേഹവും വാത്സല്യമൊക്കെ കാണിച്ചുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ പോരെ. നിങ്ങൾ ആരാധിക്കണം എന്നുള്ളത് എന്തിനാണ് പേടിപ്പിച്ചിട്ട് ആരാധന പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത്? റബ്ബിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് പേടിച്ച് വറക്കും എന്നൊക്കെ പറഞ്ഞാൽ റബ്ബ് ഒരു ഭീകരവാദിയാണെന്ന് എല്ലാവരുടെ അർത്ഥം. എന്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ റബ്ബ് ഭീകരവാദിയായത്? മുഹമ്മദിൻ്റെ മനസ്സിലൊരു ഭീകരവാദി ഉണ്ടായിരുന്നു. മുഹമ്മദ് ഭീകരവാദിയായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ റബ്ബ് ഭീകരവാദിയായത്. ഇതാണ് മനുഷ്യൻ സൃഷ്ടിച്ച ദൈവങ്ങൾക്ക് മനുഷ്യൻ്റെ സകല ദുർഗുണങ്ങളും ചാർത്തിക്കൊടുത്തത് മനുഷ്യനാണ് എന്നതുകൊണ്ടാണ് ദൈവങ്ങളെല്ലാം ഇങ്ങനെ കോലം കെട്ടുപോയത്. മനുഷ്യൻ
മനുഷ്യൻ്റെ കോലത്തിൽ ദൈവത്തെ സൃഷ്ടിച്ചതുകൊണ്ടാണ് ഓരോ മനുഷ്യനും അവൻ്റെ എല്ലാ വൃത്തികേടുകളും അവൻ സങ്കല്പിച്ച ദൈവത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിയത്. ഇവിടെ മുഹമ്മദിൻ്റെ മനസ്സിലുള്ള വൃത്തികേടാണ് ഇവിടെ ഭീകരവാദമായിട്ട് അള്ളാഹു എന്ന ദൈവത്തിൻ്റെ തലയിൽ മുഹമ്മദ് വെച്ച് കെട്ടുന്നത്. 13 നിങ്ങളുടെ വാക്ക് പതുക്കെയാക്കിക്കൊള്ളുക അല്ലെങ്കിൽ അത് ഉറക്കെയാക്കിക്കൊള്ളുക, രണ്ടും സമമാണ്. കാരണം നിശ്ചയമായും അവൻ ഹൃദയങ്ങളിലുള്ളവയെപ്പറ്റി അറിയുന്നു. നെഞ്ചിൽ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, സുദൂറാണ്. നെഞ്ചിലുള്ളതിനെപ്പറ്റി അറിയുന്നു. നെഞ്ചിലുള്ളതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ മണ്ടത്തരം എഴുതി വെച്ചത്. നെഞ്ചിൻ്റെ ഉള്ളിൽ വെറും ചോര മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് നെഞ്ചിലല്ല എന്നുള്ള വിവരം പോലും ഈ സ്രഷ്ടാവിനില്ല എന്നതിൻ്റെ തെളിവാണ് ഖുർആനിൽ നിരന്തരം ആവർത്തിക്കുന്ന ഈ നെഞ്ചും ഹൃദയവും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ എന്താ സംഭവം? നിങ്ങൾ എന്തെങ്കിലും പതുക്കെ പറഞ്ഞാലും നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ അള്ളാഹുവിനറിയാം, നിങ്ങളെ ഹൃദയത്തിലുള്ളത് അള്ളാഹുവിനറിയാം എന്ന് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, ഇതിൻ്റെ സബബുൻ നുസൂലായിട്ട് പറഞ്ഞിട്ടുള്ളത് മക്കയിലെ പ്രമാണിമാർ മുഹമ്മദിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട്, ട്രോളാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ചില തമാശകൾ പറഞ്ഞ് ചിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടെ അങ്ങനെ ഉറക്കെ വർത്താനം പറഞ്ഞ് ചിരിക്കുമ്പോൾ മുഹമ്മദ് അതിൽ നടന്നു പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെയുള്ള ആരെങ്കിലും അതിൻ്റെ അടുത്തെവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ട്രോളാൻ വേണ്ടിയിട്ട് ഇവർ പറയും, എടാ മെല്ലെ പറഞ്ഞോ അള്ളാഹു കേൾക്കും എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എടാ മെല്ലെ പറഞ്ഞോ ഇല്ലെങ്കിൽ ഓൻ്റെ അള്ളാഹു കേട്ട് ആയത്തിറക്കും എന്ന് പറഞ്ഞിട്ട് ഈ മക്കക്കാർ മുഹമ്മദിനെ പരിഹസിച്ചിരുന്നു. അത് മുഹമ്മദ് നേരിട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ചാരന്മാരത് കേട്ട് മുഹമ്മദിനോട് പോയി പറയുകയോ ചെയ്തപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. നിങ്ങൾ മെല്ലെ പറഞ്ഞാലും നിങ്ങൾ ഉറക്കനെ പറഞ്ഞാലും കണക്ക് തന്നെ നിങ്ങളെ ഹൃദയത്തിലുള്ളത് എനിക്കറിയാൻ പറ്റും എന്ന് മുഹമ്മദ് അവരെടുത്ത് വീമ്പ് പറയുകയാണ് അള്ളാഹുവിൻ്റെ പേരും വെച്ചിട്ട്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അള്ളാഹുവിന് ഹൃദയത്തിലുള്ളത് പോയിട്ട് ദുനിയാവിലുള്ള ഒരു വസ്തുതയെ അറിയില്ല എന്നുള്ളതിന് നിരന്തരം ഈ ഖുർആനിൽ തെളിവുകൾ നമുക്ക് കാണാം. അതാണ് 7 ആകാശങ്ങൾ തട്ടിയായി വെച്ചതും 1-ാം ആകാശത്തെ നക്ഷത്രം അലങ്കരിച്ചു വെച്ചതും അത് പെറുക്കി അള്ളാഹു ചെയ്ത്താൻ അറിയുന്നതും ഈ സുദൂറിൻ്റെ ഉള്ളിലുള്ള നെഞ്ചിൻ്റെ ഉള്ളിലുള്ളത് എനിക്കറിയുമെന്ന് പറഞ്ഞതും ഇതൊക്കെ അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ല എന്നതിൻ്റെ തെളിവുകളാണ്. മുഹമ്മദിന് ഇങ്ങനെയൊക്കെയായിരുന്നു അറിവ് കിട്ടിയിരുന്നത്. മുഹമ്മദിൻ്റെ അന്ധവിശ്വാസങ്ങളും മുഹമ്മദിൻ്റെ മണ്ടത്തരങ്ങളുമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് വിളമ്പി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു ഒരു കോലം കെട്ട ദൈവമായിട്ട് ഖുർആനിൽ പല്ലെളിച്ച് നിൽക്കുന്നത്. 14 സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അറിയുകയില്ലേ? അവനാകട്ടെ ഗൂഢരഹസ്യം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. 15 അവനത്രേ നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവൻ, അതിനാൽ നിങ്ങൾ അതിൻ്റെ തോളുകളിലൂടെ സഞ്ചരിക്കുകയും അവൻ്റെ ആഹാരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തുകൊള്ളുവീൻ, അവങ്കലേക്ക് തന്നെയാണ് ഉയിർത്തെഴുന്നേൽപ്പും. 16 ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോൾ അത് ക്ഷോഭിച്ചിളകി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. കാരണം അള്ളാഹു ആകാശത്ത് കസേരയിട്ട് കുത്തിരിക്കുകയാണ്. ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുമെന്നും ഭൂമി ഇളകി മറിയുമെന്നൊക്കെ പറയുന്നു. ഇത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമി കുലുക്കം ഉണ്ടാക്കിയിട്ടും ഭൂമിയിൽ ആപത്തുകൾ ഉണ്ടാക്കിയിട്ടും അള്ളാഹു നിങ്ങളെ പാതാളത്തിലേക്ക് താഴ്ത്തുമെന്നും നിങ്ങളെ ശിക്ഷിക്കുമെന്നുമുള്ള ഭീഷണിയാണ് ഇവിടെ മുഴക്കുന്നത്. അള്ളാഹു ആകാശത്താണ് ഇരിക്കുന്നത് എന്ന് ഇവിടെ മാത്രമല്ല ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തു, ആകാശത്തിരുന്നു കൊണ്ട് ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് അള്ളാഹു എന്ന് പറയുന്നത്. എന്നാൽ ആകാശത്തിരിക്കുന്ന അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ലേശം കുറച്ചില്ലേ എന്ന് ചിന്തിക്കുന്ന വ്യാഖ്യാതാക്കൾ ഇതിനെ വെറും ആലങ്കാരികമായിട്ടെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉരുളുകയാണ് ചെയ്യുന്നത്. കാരണം ആകാശം ഭൂമിയൊക്കെ അള്ളാഹു ഉണ്ടാക്കിയതാണല്ലോ. അള്ളാഹു ഉണ്ടാക്കിയ ഒരു സാധനത്തുമ്പോൾ തന്നെ അള്ളാഹു കയറി കുത്തിരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് ചേർന്നതല്ലല്ലോ. കാരണം അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാണ്ടാത്തവനല്ലേ. ഒന്നിനെയും ആശ്രയിക്കാണ്ടാത്ത ഒരാൾ ഒരു സ്റ്റൂൾ ഉണ്ടാക്കിയിട്ട് അതിമ കുത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് മോശമല്ലേ. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചിന്തിക്കും പോലെ ഒന്നും അല്ല, അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ആലോചിക്കാനേ പോണ്ട എന്ന് പറഞ്ഞിട്ട് മുഫസ്സിറുകൾ മെല്ലെ തടിയെടുക്കുകയാണ്. കാരണം മുഹമ്മദ് ഈ മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ വരുന്ന വൈരുദ്ധ്യങ്ങളും അതിൽ വരുന്ന ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും ഒന്നും ആലോചിക്കാതെ ഓരോ സമയത്ത് ഓരോന്ന് വിളിച്ചു പറയുകയാണ്. ആ പറഞ്ഞത് മുഴുവൻ പരസ്പര വിരുദ്ധമായിട്ട് പിന്നീട് മാറുമ്പോഴാണ് വ്യാഖ്യാതാക്കൾക്ക് ഇങ്ങനെ കടന്നിട്ട് ഉരുളേണ്ടി വരുന്നത്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, എല്ലാം അറിയുന്ന ആളാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ആകാശത്തിൻ്റെ മുകളിൽ കൊണ്ടേ കസേരട്ടിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു താഴത്തേക്ക് ഇറങ്ങി വരികയാണ്.
രാത്രിയിലൊക്കെയാണ്, രാത്രി 3-ാമത്തിൽ ഇറങ്ങി വരും എന്നൊക്കെ പറയുന്ന കോമഡി ഉണ്ട്. ഉരുണ്ട ഭൂമിയിലേക്ക് അള്ളാഹു രാത്രിയൊക്കെ ഇറങ്ങി വരാൻ പുറപ്പെട്ട എന്താവും സ്ഥിതി? പിന്നെ കയറാൻ പറ്റുമോ അള്ളാഹുവിന്? അപ്പോൾ ഇതൊന്നും അറിയില്ല. ഭൂമി ഉരുണ്ടതാണെന്നറിയില്ല, ഭൂമി കറങ്ങുന്നതാണെന്നറിയില്ല, ആകാശം ഇല്ല എന്നറിയില്ല. ഇതൊന്നും അറിയാതെ ഈ പഴങ്കഥകൾക്കനുസരിച്ച് അള്ളാഹുവിനെ പിടിച്ചുകൊണ്ടിട്ട് ആകാശത്തിൻ്റെ മുകളിൽ കുത്തിയിരുത്തി. അതുകൊണ്ടാണ് ഇന്ന് വ്യാഖ്യാതാക്കൾ കിടന്ന് ഉരുളുന്നത്. പേടിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞ മണ്ടത്തരങ്ങൾ തന്നെ ഇതൊക്കെ എവിടുന്ന് വന്നതാണ് എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. 17 അതല്ലെങ്കിൽ ആകാശത്തുള്ളവനെ, അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും എൻ്റെ താക്കീത് എങ്ങനെയായിരിക്കുന്നു എന്ന്. ആകാശത്ത് നിന്ന് ഇങ്ങനെ ചരലെറിയുന്ന പരിപാടിയൊക്കെ ഉണ്ട് അള്ളാഹുവിന്. അത് ചിലപ്പോൾ ഐസിൻ്റെ ചരലാവും എറിയുക, ചിലപ്പോൾ ചുടുകട്ടയൊക്കെ എറിയും. അങ്ങനെ ചുടുകട്ട എറിഞ്ഞിട്ടാണ് ആനപ്പടയെ, കഅബ തകർക്കാൻ വരുന്ന ക്രിസ്ത്യാനികളുടെ ആനപ്പടയൊക്കെ ഓടിച്ച കഥയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ചരലെടുത്തെറിയുക, കല്ലെടുത്തെറിയുക, ഭൂമിയിൽ പിളർപ്പുണ്ടാക്കി പാതാളത്തേക്ക് അയത്തുക, വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് മുക്കിക്കൊല്ലുക, ഇങ്ങനെയുള്ള പല ഏർപ്പാടും ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്കൊരു പേടിയില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് മക്കക്കാരെ പേടിപ്പിക്കുകയാണ് മുഹമ്മദ്. 18 തീർച്ചയായും ഇവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട്, എന്നിട്ട് എൻ്റെ പ്രതിഷേധം എങ്ങനെ ഉണ്ടായി? ഈ പഴങ്കഥകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയണം, മുമ്പും ഇങ്ങനെ നിഷേധിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാക്കിയിട്ട് പൂർവീകരെ ശിക്ഷിച്ചത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പൂർവീകരുടെ കെട്ടുകഥ പറഞ്ഞ് മടുത്തിട്ടാണ് ഒന്ന് കോലം മാറ്റി പറയുന്നത് ഇതുപോലെയൊക്കെ. 19 അവരുടെ മീതെ അണിനിരന്നുകൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടും പക്ഷികളെ അവർ നോക്കിക്കണ്ടില്ലേ? ആകാശത്തു കൂടെ പക്ഷികളിങ്ങനെ ചിറക് കൂട്ടിപ്പിടിച്ചിട്ടും ചിറക് വിരിച്ചിട്ടും പറക്കുന്നത് കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. പരമകാരുണികനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും അവൻ എല്ലാ വസ്തുവെക്കുറിച്ചും കണ്ടറിയുന്നവനാകുന്നു. ഒരു വസ്തുവെക്കുറിച്ചും ഒന്നും കണ്ടറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ മണ്ടത്തരം. പക്ഷികളെ ആകാശത്ത് നിന്ന് പറക്കുമ്പോൾ അല്ലെങ്കിൽ വായുവിൽ കൂടെ പറക്കുമ്പോൾ താഴെ വീഴാതെ പിടിച്ചു വെക്കുന്നത് അള്ളാഹു ആണ് എന്നാണ് മുഹമ്മദ് ഖുർആനിലൂടെ പറയുന്നത്. പക്ഷികൾ പറക്കുമ്പോൾ താഴെ വീഴാത്തത് അള്ളാഹു പിടിച്ചു വെച്ചിട്ടല്ല. പക്ഷികൾ ചിറക് വിരിക്കുമ്പോൾ വായുവിൻ്റെ അപ്പർ ത്രസ്റ്റ് കാരണം, വായുവിൻ്റെ മർദ്ദം കാരണമാണ് അവർക്ക് ഭൂമിയുടെ ആകർഷണ ബലത്തെ അതിജീവിച്ചുകൊണ്ട് വായുവിൽ കൂടെ പറക്കാൻ കഴിയുന്നത്. ആ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളിന്ന് വലിയ വിമാനങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാർ കയറി യാത്ര ചെയ്യുന്ന വലിയ വിമാനങ്ങളൊക്കെ ചിറക് വിരിച്ച് പറന്നു പോകുന്നത്. അള്ളാഹു ഇങ്ങനെ താങ്ങിക്കൊണ്ട് കൊണ്ടുപോകുമല്ല ഓരോ പക്ഷിയെയും. വായുവിൻ്റെ മർദ്ദം കാരണമാണ് പക്ഷിക്ക് പറക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ല എന്നതിൻ്റെ തെളിവാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞ ഈ മണ്ടത്തരം. 20 അതല്ല അങ്ങനെയുള്ള ഒരുവൻ, അതായത് പരമകാരുണികനായ ഒരുവന് പുറമേ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു പട്ടാളമായുള്ളവൻ ആരാണുള്ളത്? അവിശ്വാസികൾ വഞ്ചനയില്ലല്ലാതെയല്ല. നമ്മളെ സഹായിക്കാൻ വേറെ പട്ടാളക്കാരൊന്നും ഇല്ല എന്നാണ്. അള്ളാഹു ഇങ്ങനെ ശിക്ഷിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേറെ പട്ടാളമൊന്നുമില്ല നമ്മളെ കയ്യിൽ. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുവൻ, അതായത് അവൻ്റെ ആഹാരം അവൻ നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ ആരാണുള്ളത്? എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും നിരതരായിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്മാർ വെള്ളം കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതും ഒക്കെ അള്ളാഹു ഇങ്ങനെ കോരി തന്നിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അള്ളാഹു കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ തരുന്ന അള്ളാഹുവിന് ഈ മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തൂടെ? മൂപ്പരുണ്ട് എന്നും മൂപ്പരാണ് ഇതൊക്കെ പറയണത് എന്നും മൂപ്പരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും ഈ മനുഷ്യർക്ക് അവരുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ എന്താ അത്ര ബുദ്ധിമുട്ടുള്ളത്? മാത്രമല്ല ഇതൊക്കെ അപ്രസക്തമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും മക്കയിൽ ഈ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. മക്കക്കാരും അള്ളാഹു ഇങ്ങനെ പക്ഷികളെ പിടിച്ചു വെക്കണില്ലാന്നോ, അള്ളാഹു ഇവിടുന്ന് വെള്ളമിറക്കി തരുന്നില്ലാന്നോ, അള്ളാഹു ഭക്ഷണം കൊണ്ട് തരുന്നില്ലാന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ ചോദിച്ചത് അള്ളാഹു അതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അള്ളാഹു പറയുന്നതാണ് മുഹമ്മദിൻ്റെ തൊള്ളിയിൽ കൂടെ പറയുന്നത് എന്നതിൻ്റെ തെളിവ് എന്താണ്? മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? മുഹമ്മദ് ഈ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആണ് എന്നതിൻ്റെ തെളിവെന്താണ്? അതാണ് അവർ ചോദിച്ചത്. അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് മറുപടിയേ ആകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇതിനകത്തുള്ളത് മുഴുവൻ വഷളത്തരങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതും മനസ്സിലാകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ മുഖം കുത്തി മറിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണോ കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ, അതല്ല നേരെയുള്ള പാതയിലൂടെ നടക്കുന്നവനാണോ? ഇതൊക്കെ മക്കക്കാരെ അധിക്ഷേപിക്കുന്ന തെറിവാക്കുകളാണ്. 23 പറയുക, നിങ്ങളെ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവനത്രേ അള്ളാഹു. നന്നേ കുറച്ചേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. ഈ ചെയ്തതിനൊക്കെ നന്ദി കാണിക്കുന്നില്ല എന്ന് എന്തിനാണ് ഒരു പടച്ചോൻ പായ്യാരം പറയുന്നത്?
നന്ദി കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ പഠിച്ചവൻ ഇതൊക്കെ ചെയ്ത്? അങ്ങനെയാണെങ്കിൽ അയാളൊരു അല്പനല്ലേ? സർവശക്തനും സർവസമ്പൂർണനും പ്രതാപിയും മഹാപ്രതാപിയും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനുമൊക്കെ ആയിട്ടുള്ള ഒരു റബ്ബ് ഈ നിസ്സാരരായ മനുഷ്യന്മാർ നന്ദി കാണിക്കണില്ലോ എന്ന് പറഞ്ഞിട്ട് പയ്യരം പറയുകയാണ്. നന്ദി കാണിക്കണ്ടോ എന്ന് മൂപ്പരെന്നെ തീരുമാനിച്ച് നേരത്തെ എഴുതി വെച്ചതുമാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നന്ദി ചോദിച്ചു വാങ്ങേണ്ട ഒരു സാധനമാണോ? അപ്പോൾ മനുഷ്യന്മാരാണെങ്കിൽ തന്നെ ഉളുപ്പുള്ളവരാരും നന്ദി കൊണ്ടാന്ന് പറഞ്ഞു നടക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ഉപകാരം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു നന്ദി പറഞ്ഞേടാ, ഒരു നന്ദി കൊണ്ടടാ, എന്നോട് നന്ദി കാണിക്കടാ എന്ന് പറഞ്ഞു എൻ്റെ പിന്നാലെ ഞാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ചെയ്ത നന്മയ്ക്ക് തന്നെ പിന്നെ എന്ത് വിലയുള്ളത്? നേരെ മറിച്ച് അവർക്ക് സ്വയം തോന്നുകയാണ്, നമ്മളൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു നന്ദി കാണിക്കണമെന്ന് അവർക്ക് സ്വയം തോന്നിയിട്ട് അവർ നന്ദി കാണിക്കുകയാണെങ്കിൽ അതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ നന്ദി കാണിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ നന്ദി ആവശ്യമുള്ള ആൾ പിന്നാലെ നന്ദിയും ചോദിച്ച് നടക്കുക, കത്തിയും കാട്ടിയിട്ട് കീലേരി അച്ചുവിൻ്റെ കാര്യം നന്ദി കാണിക്കടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കടാ എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുക. ഇതൊക്കെ എത്ര അല്പത്തരാണ്! ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പേരിൽ പറയാൻ പാടുണ്ടോ? 24 പറയുക, നിങ്ങളെ ഭൂമിയിൽ പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവനത്രേ, അവനിലേക്കു തന്നെ നിങ്ങൾ ഒരുമിപ്പിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു. 25 അവർ പറയുന്നു, എപ്പോഴാണ് ഈ ഒരുമിച്ച് കൂട്ടൽ വാഗ്ദാനം? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ കേൾക്കട്ടെ. പറയുക, നിശ്ചയമായും അറിവ് അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാകുന്നു, ഞാൻ സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. ഇത് ഒഴിവ് കഴിവാണ്. മുഹമ്മദ് അവിടെ അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് അവർ തെളിവ് ചോദിക്കുകയും മുഹമ്മദ് അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ഭീഷണി നടപ്പിലാക്കി, ഞങ്ങൾ അത് കണ്ടിട്ടെങ്കിലും ബോധ്യപ്പെടട്ടെ എന്ന് പറഞ്ഞ് മുഹമ്മദിനെ പരിഹസിക്കുകയും ചെയ്തപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറും തക്കീതുകാരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതും അള്ളാഹുവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് മുഹമ്മദ്. അവിടെ അതും അള്ളാഹു പറയുന്നതോടുകൂടി അള്ളാഹു വീണ്ടും അല്പനാവുകയല്ലേ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അടുത്താണ് അറിവ് എന്ന് ഇജങ്ങോട്ട് പറഞ്ഞാളാ എന്ന് അള്ളാഹു തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് മുഹമ്മദ് പറയുകയാണെങ്കിൽ ഓക്കെ, അള്ളാഹുവിൻ്റെ അടുത്താണ് അറിവ്, എനിക്കൊരറിവില്ല, ഞാൻ താക്കീതുകാരനാണ് എന്ന് മുഹമ്മദ് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് അങ്ങനെ പറഞ്ഞാളാന്ന് അള്ളാഹു തന്നെ പറയേണ്ട കാര്യം എന്താ? അള്ളാഹുവിന് ഇതെല്ലാം അറിയാമല്ലോ. അറിയാവുന്ന അള്ളാഹുവിനോടല്ലേ അവർ ചോദിക്കുന്നത്. അറിയാവുന്ന അള്ളാഹുവിലൂടെയാണ് മുഹമ്മദ് സംസാരിക്കുന്നത് എങ്കിൽ ആ മുഹമ്മദിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു അല്ലേ മറുപടി പറയേണ്ടത്. എനിക്കൊന്നും അറിയില്ല എന്ന് ഇജാണ് പറഞ്ഞാളാ എന്ന് മുഹമ്മദിൻ്റെ തൊള്ളുകൊണ്ട് അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് തന്നെയാണ്, മുഹമ്മദിനൊന്നും അറിയില്ല, അതെന്നല്ല ഇന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ അള്ളാഹു എന്തിനാണ് ഇങ്ങനത്തെ ഒരു മണ്ടത്തരം പറയേണ്ട ആവശ്യം എന്താ? 27 എന്നാൽ അവർ അത് സമീപിച്ചതായി കണ്ടപ്പോൾ അവിശ്വസിച്ചവരുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിച്ചു, പറയപ്പെടുകയും ചെയ്തു, നിങ്ങൾ യാതൊന്നിനെക്കുറിച്ച് വാദിച്ചു കൊണ്ടിരിക്കുന്നുവോ അതത്രേ ഇത്. ഇവിടെ ഭൂതകാലക്രിയയിലാണ് പറയുന്നത്. എന്താ പറയുന്നത്? അവർ അത് സമീപിച്ചതായി കണ്ടപ്പോൾ, ഏത് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നതായി കണ്ടപ്പോൾ അവരുടെ മുഖത്ത് മ്ലാനത വന്നു എന്നും നിങ്ങൾ യാതൊന്നിനെക്കുറിച്ച് വാദിച്ചു കൊണ്ടിരുന്നുവോ അതത്രേ ഇത് എന്ന് അവരോട് മലക്കുകൾ പറഞ്ഞു എന്നുമാണ് ഇവിടെ ഭൂതകാലക്രിയയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് ലോകാവസാനത്ത് നടക്കുന്ന ശിക്ഷയാണ് എങ്കിൽ അതൊക്കെ കഴിഞ്ഞു പോയി എന്ന മട്ടിൽ ഭൂതകാലത്തിൽ എന്തിനാണ് പറയുന്നത്? ഇതിന് നമ്മുടെ സുന്നി തഫ്സീറിൽ നേരെ ക്രിയ മാറ്റിയിട്ട് ഭാവി കാലത്തിലാണ് ഇതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്നാൽ അത് സമീപിച്ചതായി അവർ കാണുമ്പോൾ സത്യനിഷേധികളുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിക്കും, നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്നതാണിത് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഭാവി കാലം കൊടുത്തുകൊണ്ടാണ് ഈ സുന്നി തഫ്സീറിൽ ഇതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അറബി ഭാഷയിലെ അർത്ഥം അനുസരിച്ച് അമാനി മൗലവി പറഞ്ഞ അർത്ഥമാണ് ശരി. അവിടെ ഭൂതകാല ക്രിയയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഭൂതകാലത്തെ നേരെ ഭാവി കാലമാക്കിയിട്ട് ചുട്ടെടുത്തിരിക്കുകയാണ് മറ്റേ പരിഭാഷയിൽ. ഇവിടെ അമാനി മൗലവി എന്നിട്ട് വ്യാഖ്യാനത്തിൽ ഇത് ഭൂതകാലക്രിയയിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഭാവി കാലത്തെ കാര്യമാണ് ഇത് എന്ന് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുമുണ്ട്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം എന്തിനാണ് ഭൂതകാലത്തിൽ പറയുന്നത്? അപ്പോൾ മുഹമ്മദ് എന്തൊക്കെയോ സമനില തെറ്റി പിച്ചുമ്പേയും പറഞ്ഞപ്പോൾ ഗ്രാമർ തെറ്റി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ ഒരു പടച്ചോൻ ഇങ്ങനെ ഗ്രാമർ ഇല്ലാതെ വർത്താനം പറയേണ്ട ആവശ്യമില്ലോ. 28 പറയുക, നിങ്ങൾ കണ്ടുവോ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവൻ കരുണ ചെയ്യുകയോ ചെയ്താൽ? എന്നാൽ ആരാണ് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവിശ്വാസികൾക്ക് രക്ഷ നൽകുന്നത്? പറയുക, അവൻ പരമകാരുണികനത്രേ, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ മേൽ തന്നെ ഞങ്ങൾ ഭാരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും സ്പഷ്ടമായ വഴിപിഴവിൽ ആരാണുള്ളത് എന്ന്. ഇതാണ്
അവസാന കാലത്തിറങ്ങിയ എല്ലാ സൂറത്തുകളിലും അവസാനം പറഞ്ഞു വെക്കുന്ന ഭീഷണിയുടെ സ്വരം, ആ ഭീഷണിയിൽ കൃത്യമായി മുഹമ്മദിൻ്റെ ഭാവി പദ്ധതികൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുണ്ട്. അവരെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മുഹമ്മദ് പോവുകയാണ് എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഈ ഭീഷണി അവസാന കാലത്തിറങ്ങിയ എല്ലാ അധ്യായങ്ങളിലും അവസാനത്തെ വാക്യങ്ങളായിട്ട് മുഹമ്മദ് അവതരിപ്പിച്ചിട്ടുള്ളത്. 30 പറയുക, നിങ്ങൾ കണ്ടുവോ, നിങ്ങളുടെ വെള്ളം വറ്റിയതായി തീർന്നാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവന്ന് തരിക? വെള്ളം പറ്റിയാൽ ആരാ വെള്ളം കൊണ്ട് തരിക എന്ന് ചോദിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ അവസാനത്തെ വാക്യം അതുവരെയുള്ള വാക്യങ്ങളുമായിട്ട് ക്രമാനുസരിച്ച് തന്നെ ചേരുന്നതല്ല എന്നും അത് മദീനയിൽ ഇറങ്ങിയതാണ് എന്നൊക്കെ വ്യാഖ്യാനമുണ്ട്. എന്താ അതിൽ പറയുന്നത്? നിങ്ങൾക്ക് വെള്ളം പറ്റിയാൽ ആരാണ് വെള്ളം തരിക എന്നുള്ളത്. വെള്ളം പറ്റിയാൽ വെള്ളം തരിക എങ്ങനെയാണ്, ആരാണ് വെള്ളം തരിക എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം ഇത് അവതരിപ്പിച്ച മക്ക ഉൾപ്പെടുന്ന സൗദി അറേബ്യയിൽ ഇന്ന് പോയി നോക്കിയാൽ നമുക്ക് കാണാം. സൗദി അറേബ്യയിൽ ആകാശത്ത് നിന്ന് ഇറക്കുന്ന വെള്ളം കൊണ്ടല്ല ഇന്ന് സംസം വെള്ളം അടക്കമുള്ള വെള്ളം ഉണ്ടാക്കുന്നത്. കുടിവെള്ളവും അവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളവും അവിടെ ജനങ്ങൾ ജീവിക്കാൻ ഉപയോഗിക്കുന്ന മിക്കവാറും വെള്ളമൊക്കെ അള്ളാഹു ആകാശത്തു നിന്ന് തൽക്കാലം മക്കത്തേക്കും മദീനത്തേക്കും ഒന്നും ഇറക്കി കൊടുക്കുന്ന വെള്ളമല്ല, മറിച്ച് കടലിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് പൈപ്പിൽ കൂടെ എത്തിച്ചു കൊടുക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇന്ന് സൗദി അറേബ്യയിലും അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആവശ്യത്തിന് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. കുറച്ച് ചിലവുണ്ടെങ്കിലും ഈ വെള്ളത്തിന് മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ടും കൃഷിവെള്ളമായിട്ടും ഉപയോഗിക്കുകയാണെന്ന് അറേബ്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവരെ സഹായിച്ചത് ഇസ്രായേലിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അവർക്ക് ഇന്ന് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ചോദ്യത്തിന് ഇന്ന് അവർക്ക് കൃത്യമായി മറുപടി പറയാം. ഞങ്ങൾക്കിന്ന് ശാസ്ത്രത്തിൻ്റെ ടെക്നോളജി അനുസരിച്ച് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നു. കടൽ വറ്റാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് കടലിലെ വെള്ളം എടുത്തിട്ട് ശുദ്ധജലമാക്കി മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന്. ഇതൊന്നും പക്ഷേ അള്ളാഹു ഈ ആയത്തിറക്കുന്ന കാലത്ത് അള്ളാഹുവിന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. കാരണം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വിവരദോഷിയുടെ തലയിൽ കയറിയിരിക്കുകയായിരുന്നു അള്ളാഹു. ആ വിവരദോഷിക്കുള്ള വിവരക്കേടിനപ്പുറത്തേക്ക് അള്ളാഹുവിന് യാതൊരു ഭാവി വിജ്ഞാനവും ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ മണ്ടത്തരം ഉൾപ്പെടെ ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ള 6000-ൽ പരം മണ്ടത്തരങ്ങൾ. ഈ അധ്യായം അവസാനിച്ചു. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.